ഗോവിന്ദമാഷിന്റെ ഈ ദേശാഭിമാനി ലേഖനം 2 വട്ടം വായിച്ചു. എന്നിട്ട് ഒരു സംശയം ബാക്കി നിൽക്കുക. ചേട്ടാ, സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങനൊരു ശ്രമം നടക്കുന്നു എന്ന് ബോധ്യമായിട്ടും അതിനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ പക്കൽ ഉണ്ടായിട്ടും ഇങ്ങനെ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ടിരുന്നാൽ മതിയോ? നമ്മളിതിനെ പ്രതിരോധിക്കണ്ടേ? പ്രതിരോധിക്കല്ല, ചെറുത്തു തോൽപ്പിക്കണ്ടേ? അല്ല, ലേഖനം എഴുതിയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ദേശാഭിമാനി പത്രത്തിൽ ലേഖന്മാര് ഇതൊന്നും ശരിയല്ല, വ്യാജമാണെന്ന് പറഞ്ഞു കുറച്ച് വാർത്ത എഴുതിയിട്ട് എന്താ കാര്യം? വളരെ പ്രായോഗികമായ എന്തെങ്കിലും നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? കുറഞ്ഞ പക്ഷം ഒരു പോലീസ് കേസ്, നമ്മുടെ പോലീസല്ലേ ഭരിക്കുന്നതെന്നേ. ആലോചിച്ച് നോക്കിയ ഈ നയതന്ത്ര ബാഗില് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള കേസ് വന്നപ്പോഴേ നമ്മൾ എന്തുവാ ചെയ്തത്? EDയുടെ ഉദ്യോഗസ്ഥരെതിരായിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നമ്മൾ കേസെടുപ്പിച്ചു. ആ ടീമാണ് നമ്മുടേത്. അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നേ. അപ്പൊ നമ്മുടെ കേരള പോലീസിനെ ഉപയോഗിച്ച് ഈ EDക്കും UDFനും മലയാള മനോരയ്ക്കും എതിരായിട്ട് കുറഞ്ഞ പക്ഷം ഒരു കേസ് എടുത്തുകൂടെ? അല്ലെങ്കിൽ കോടതി കേസ് കൊടുത്തുകൂടെ? നല്ല ജില്ലെന്ന് വാദിക്കുന്ന എത്ര പാർട്ടി വക്കീലന്മാര് നമുക്കുണ്ട്. നമ്മുടെ ഈ തെളിവിരിക്കുക, ദേശാഭിമാനിയിലെ ഡിറ്റക്റ്റീവുകൾ കണ്ടുപിടിച്ച ഒന്നാം തരം തെളിവുകൾ നമ്മുടെ പക്കലിരിക്കുക. അതൊക്കെ 1, 2, 3 എന്നങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? ഈ 1, 2, 3 എന്ന് പറയുമ്പോൾ നമ്മുടെ MM മണിയാച്ചാന്റെ 1, 2, 3 അല്ല, അത് വേറെയാ. നമ്മളിവിടെ തെളിവുകളുടെ കാര്യമാണ് പറഞ്ഞത്. 1, 2, 3 അങ്ങോട്ട് ഇട്ട് കൊടുക്കണമെന്നേ. കോടതി എങ്കിൽ കോടതി, പോലീസ് എങ്കിൽ പോലീസ്. നടപടി എടുക്കണ്ടായോ? അല്ല, ലേഖനം എഴുതിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം?